1955 ഞാൻ SSLC പാസ്സാകുന്നത്. അന്ന് 6th പാസ്സായി എന്ന് പറയും, 6th ഫോം എന്നൊക്കെയാണ് അന്ന് പറയുക. അതായത് ഇന്നത്തെ SSLC. മുണ്ടകയം CMS ഇംഗ്ലീഷ് ഹൈസ്കൂളിലും കോട്ടയം സെമിനാരി സ്കൂളിലൊക്കെ ആയിട്ടാണ് എൻ്റെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ഞാൻ പൂർത്തീകരിച്ചത്. തുടർ വിദ്യാഭ്യാസത്തിനായി ഞാൻ ആഗ്രഹിച്ചു, കോളേജിൽ പോകണമെന്ന് ആഗ്രഹിച്ചു. അച്ഛനെന്ന എസ്റ്റേറ്റിലായിരുന്നു ജോലി. മുണ്ടക്കയം ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ കമ്പനിയിൽ കണ്ടക്ടറുടെ ജോലിയായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പഠിക്കാൻ പോകണം, കോളേജിൽ പോകണം എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അതൊന്നും ശരിയാവില്ല, അതൊക്കെ ഒരുപാട് ചിലവേറിയ കാര്യമാണ്. മാത്രമല്ല ഇവിടെ അടുത്തങ്ങനെ നല്ല കോളേജൊന്നുമില്ല. മാനേജർ സാഹിബിനോട് പറഞ്ഞിട്ട് എസ്റ്റേറ്റിൽ തന്നെ എന്തെങ്കിലും ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ ഷാട്ടിയും പിടിച്ചു പറഞ്ഞു എനിക്ക് ഡോക്ടറാവണം, പഠിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ട് അല്പനേരം ഇങ്ങനെ നിശബ്ദനായിട്ട് എൻ്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ട്, ഒരു മകൻ ഒരു ഡോക്ടറാവാൻ പോകുന്നു, ഡോക്ടറാവാൻ ആഗ്രഹിച്ചു എന്ന് കേട്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു അച്ഛൻ്റെ അഭിമാനബോധം കൊണ്ടാണോ എന്നറിയില്ല, സമ്മതം മൂടി. ഏത് കോളേജിലാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന് ചങ്ങനാശ്ശേരി എസെൻഷ്യൻ കോളേജ്, ട്രിവാൻഡ്രം മഹാത്മാഗാന്ധി, പന്താളം NSS, കോട്ടയം CMS കോളേജ്, ഇങ്ങനെ ഒത്തിരി കോളേജുണ്ട്. എല്ലായിടത്തും അപേക്ഷ കൊടുക്കാം, എവിടുന്നാണോ മെമ്മ വരുന്നത് അവിടെ പോകാമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ കൊല്ലം NSS കോളേജിലേക്ക് ഒന്ന് അയച്ചു തരും, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കോളേജിലെ ഈഴവരുടെ. അങ്ങനെ ഒരു ടോക്ക്. അച്ഛൻ്റെ ഉള്ളിലെ സമുദായ ബോധം തലപൊക്കി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ എല്ലാ കോളേജിലേക്കും അയച്ച കോളേജിൽ നിന്നൊക്കെ എനിക്ക് മെമ്മോ വന്നു. അപ്പോൾ പിന്നെ അതൊരു പ്രശ്നമായി, ഏത് കോളേജിൽ പോകണമെന്നായിരുന്നു പിന്നീടുള്ള പ്രശ്നം. അപ്പം ഞാനൊന്ന് സ്വയം ഇരുത്തി ചിന്തിച്ചപ്പോൾ ജാതിബോധം ഉള്ളിൽ ഉള്ളത് കൊണ്ടല്ലെങ്കിലും അച്ഛനങ്ങനെ പറഞ്ഞതുകൊണ്ടും പിന്നെ ഈ കലാകാരന്മാരെ വളർത്തിക്കൊണ്ടുവരുന്നൊരു സ്വഭാവം കൊല്ലം NSS കോളേജിനുണ്ട്. ഈ ONV കുറിപ്പ്, O മാധവൻ, CK ലില്ലി, ശാന്തശിവൻ, പേരുമ്പഴ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ ഒട്ടനവധി കലാകാരന്മാരും കവികളും പുറത്തിറങ്ങിയത് NSS കോളേജിൽ നിന്ന്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ NSS കോളേജിൽ പോറ്റി വളർത്തിയ കലാകാരന്മാർ എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ ഉള്ളവനെയും അങ്ങനെ പോറ്റി വളർത്തും എന്നുള്ള ഒരു ആശ, ഒരു ആഗ്രഹം എന്നെ അവിടെ ചേരാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അങ്ങനെ ഒരു നല്ല മഴയുള്ള ഒരു ജൂലൈ മാസം നല്ല മഴയുള്ളൊരു ദിവസം, കാർമേഘങ്ങളെ കൊണ്ട് ഈ അന്തരീക്ഷമൊക്കെ മൂടിക്കെട്ടി കിടക്കുന്ന ഒരു വല്ലാത്തൊരു മൂടിക്കെട്ടുന്ന അന്തരീക്ഷത്തിൽ കൊല്ലം NSS കോളേജിൻ്റെ വരാന്തയിൽ അഡ്മിഷന് കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഞാനും ഒരു വിദ്യാർത്ഥിയായിട്ട് കടന്നു ചെല്ലുന്നു. അപ്പോൾ അന്നൊരു രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു, ഒരു ജോസഫ് പൊടിപ്പാറ എന്ന പേരിലുള്ള ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ആജാനുബാഹുവായ മനുഷ്യൻ. മാത്രമല്ല അദ്ദേഹം ഈ ചെറുപ്പം വളർന്നപ്പോൾ വന്ന മീശ അതുപോലെ തന്നെ നിലനിർത്തിയാൻ തോന്നി. ഇങ്ങനെ വീതി കൂടി കട്ടി കൂടി ഇങ്ങനെ വളച്ചു വെച്ചിരിക്കുന്ന ഒരു മീശ. അപ്പം ഞാൻ ഈ മീശ ഇതിനു മുമ്പ് കണ്ടത് ഈ ചില വീരപ്പനിൽ, ചില ആർമി ഉദ്യോഗസ്ഥന്മാരിലും തമിഴ് വംശജർ, അതുപോലെ വീരപ്പൻ, അവരിലൊക്കെയാണ് ഇങ്ങനെയുള്ളൊരു മീശ ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ഇതിലൊരു ആകൃഷ്ടനായി, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ആരാധകനായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പിന്നെ ഞാനും എൻ്റെ മീശ അതുപോലെ ഇങ്ങനെ വളച്ചു വെക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അത് കുഴപ്പമാവുമെന്നായിരുന്നു അപ്പുക്കുട്ടൻ്റെ ചോദ്യം. ഞാൻ പറഞ്ഞു ഒരു മീശയിൽ ബന്ധിരിക്കുന്നു, മീശയുള്ളവർക്ക് എല്ലാവർക്കും മീശ വെക്കാനും, ഒരു ജനപ്രതിനിധിയായ ജോസഫ് പൊടിപാറക്ക് മീശ വെക്കാമെങ്കിൽ ഒരു ജനമായി എനിക്ക് എന്തുകൊണ്ട് മീശ വെച്ചുകൂടാ എന്നായിരുന്നു എൻ്റെ ഒരു ടോക്ക്, ഒരു നിലപാട്. അങ്ങനെ അപേക്ഷയ്ക്ക് വേണ്ടി, അഡ്മിഷന് വേണ്ടി വരാന്തയിൽ കാത്തിരുന്നു. പെട്ടെന്ന് ദൂരെ നിന്നൊരു വിളി, സുരേന്ദ്രനാഥ് തിലകൻ. വിളി വന്ന സ്ഥലത്തേക്ക് നോക്കി. എൻ്റെ നറുക്ക് വീണെന്ന് സാരം. ഈ അടുത്തുള്ളവരോടൊക്കെ വിവരം പറഞ്ഞിട്ട് വിളിച്ച ആളുടെ അടുത്തേക്ക് ചെന്നു. പിയൂണാണ് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞു ഇതോ അങ്ങോട്ട് ചെല്ല, കാവി ജുബയിട്ട ആളുടെ അടുത്തേക്ക് ചെല്ലുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു നടക്കുകയുമില്ല എന്നാൽ ഓടുകയുമില്ല എന്നുള്ളൊരു വേഗത്തിൽ, ഒരു ഭക്തി ബഹുമാനത്തോടു കൂടിയൊക്കെ ഞാൻ എന്ത് ചെയ്തു, അത് ലക്ഷ്യം വെച്ച് ഞാൻ അയാളെ, കാവി ജുബയിട്ട ആളെ ലക്ഷ്യം വെച്ച് നീങ്ങി. ഒരു ഓഫീസ് മുറിയായിരുന്നു അത്, ഒരു വിശാലമായ ഒരു ഓഫീസ് മുറി. നമ്മുടെ ഓഫീസ് പ്രവർത്തകരൊക്കെ, ജീവനക്കാരൊക്കെ അവരുടേതായ ജോലിയിൽ മുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരൊക്കെ മറികടന്ന് ഞാൻ പ്രത്യേകമായി മാറ്റിയിരിക്കുന്ന ഒരു മൂലയിലേക്ക് ചെല്ലുന്നു. അവിടെ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ചിത്രപ്പണികളൊക്കെ ചെയ്ത് ഒരു കസാരയിൽ ഇരുന്ന് ഒരു ചില്ലിട്ട ഒരു വലിയ വീതി കൂടിയ ഒരു പോളിഷ് ചെയ്ത ഒരു വലിയ ചില്ലിട്ട മേശപ്പുറത്ത് ഇടത്തെ കയ്യിൽ എൻ്റെ ഫോമും വെച്ചിട്ട് വലത്തെ കയ്യിൽ ഇങ്ങനെ എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കാവി ചുബയിട്ട ആള്. അദ്ദേഹത്തിന് വേറെ ഒരു പ്രത്യേകത ഉണ്ട്. അദ്ദേഹത്തിന്റെ വായിൽ ഇങ്ങനെ ഒരു മാസം അല്ലെങ്കിൽ ആഴ്ചകൾ കൂടുതലായി, ഒരു മാസത്തോളമായി എന്ന് വിചാരിക്കാം, അത്രയും അങ്ങനെയും മുറുക്കാണ് ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയാ, ഇതും ചവച്ചിട്ടാണ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ
അടുത്ത് വന്ന് നിന്നു. കുറച്ചു നേരം നിന്നു. എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു കൗതുകത്തിനെന്നോണം ഞാൻ ഈ ഓഫീസ് മുറിയിലൊക്കെ ഒന്ന് എൻ്റെ കണ്ണിങ്ങനെ ഓടിച്ചു. ശേഷം ഇദ്ദേഹം ഇരിക്കുന്ന ഈ തലക്ക് മുകളിലൂടെ ഞാൻ ഇങ്ങനെ കണ്ണ് ഓടിച്ചപ്പോൾ ഭിത്തിയിൽ ഒരു പടം ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഒരു പ്രായമുള്ള ഒരാൾ, ഈ തലയിലും മുഖത്തൊക്കെ ഒരു വെളുത്ത രോമങ്ങൾ, ഷോൾഡറിലൂടെ ഒരു മുണ്ട് ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നുണ്ട്. ആള് മാറി പോവാതിരിക്കാനാണോ പേര് മറന്നു പോവാതിരിക്കാനാണോ വേണ്ടിയിട്ടാണോന്ന് അറിയില്ല, പേര് എഴുതി വെച്ചിട്ടുണ്ട്, ശ്രീനാരായണ ഗുരുസ്വാമികൾ. ഞാൻ ഒരു കൗതുകം കൊണ്ടു എനിക്കതിൽ. ഇപ്പം ഒരു ക്യാമറ പാൻ ചെയ്യുന്നത് പോലെ എൻ്റെ കണ്ണുകളിൽ ചുമരിലൂടെ എല്ലാം ഒന്ന് ഓടിച്ചു. ചുമരിൽ ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ട് വെച്ചിരിക്കുന്ന ഗുരുവിൻ്റെ മന്ത്രങ്ങൾ ഓരോന്നായി ഞാൻ വായിച്ചെടുക്കാൻ തുടങ്ങി. ആദ്യത്തെ, ജാതിഭേദം മതം ദേശം ഏതുമന്യേ സർവരും സോദരത്തരായി വാഴുന്ന മാതൃസ്ഥാനമാണിത്. നെക്സ്റ്റ്, അവൻ ഇവനെന്നറിയുന്നതൊക്കെയും ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം. അവനവൻ്റെ ആത്മസുഖത്തിനായി ചെയ്യുന്നതെന്തും അപരൻ്റെ സുഖത്തിനായി വരെയാണ്. നെക്സ്റ്റ്, അയല് തലപ്പതിനാൽ അതിപ്രയത്നം ഭയമറിയുന്നരൻ ആചരിച്ചിടണം. നെക്സ്റ്റ്, ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. കൊള്ളാം, ഒരു വിദ്യാലയത്തിൻ്റെ ചുമരിൽ എഴുതി പിടിപ്പിക്കാൻ പറ്റിയ നല്ല വചനങ്ങൾ. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. ഞാൻ വീണ്ടും അതിൽ കൗതുകം കൊണ്ട്, ഇനി ഒരു പ്രചോദനം കൊണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ചുമരിലേക്ക് വീണ്ടും ഞാൻ ശ്രദ്ധ തിരിച്ചു. അപ്പോൾ പ്രധാന കവാടത്തിൻ്റെ എതിർവശത്തുള്ള ചുമരിൽ ഒരു ഭൂഗോളത്തിൻ്റെ ചിത്രത്തിൽ 3 നിരകളായിട്ട് എന്തോ എഴുതി വെച്ചിരിക്കുന്നു. വ്യക്തമല്ല, സൂം ടൈറ്റ് ചെയ്തു. ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. 1 കാസ്റ്റ്, 1 റിലീജൻ, 1 ഗോഡ്. പെട്ടെന്ന് പുറകിൽ നിന്നൊരു വിളി, ബ്രോ ഇത് തൻ്റെ അപേക്ഷാഭാവം തന്നെയാണോ? അതെ സാർ. ഇത് 2 കോളം വിട്ടുപോയിട്ടുണ്ട്, കാസ്റ്റും റിലീജനും. അത് ഞാൻ മനഃപൂർവ്വം വിട്ടതാണ് സാർ. അതാണ് ചെയ്യണം. ജാതി ചോദിക്കരുത്, ചിന്തിക്കരുത്, പറയരുത് എന്നാണല്ലോ ഗുരു അഭിസംബോധന ചെയ്തത്. ഇയാളങ്ങനെ ചിന്തിക്കും ചോദിക്കൊന്നും വേണ്ട, മര്യാദക്ക് എഴുതി തന്നാട്ട്. ചിന്തിക്കാതെ എങ്ങനെ സാർ എഴുതുക? അത് അയാൾക്ക് പിടിച്ചില്ല. അത് എന്നല്ല, ടോട്ടലി ഞാൻ എൻ്റെ അപ്പത്തെ പെരുമാറ്റവും ഞാൻ ഇതും കൂടി പറഞ്ഞപ്പോൾ ഇയാളിങ്ങനെ വളരെ രൂക്ഷമായിട്ട് എന്നെ അങ്ങനെ നോക്കിയിട്ട് അടിമുടി ഒന്ന് നോക്കിയിട്ട് ശേഷം ജനാലിൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടുന്ന് ഒന്ന് തിരിഞ്ഞ് ഇതേപോലെ രൂക്ഷമായിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഈ ഒന്ന് വായകളൊക്കെ ഒന്ന് ചവിട്ടിയിട്ട് ജനാലിൻ്റെ ഉള്ളിൽ ഒന്ന് തുപ്പിയിട്ട് ഈ ചുണ്ടും കൈയൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് വന്നു, ഇവിടെ അഡ്മിഷന് വേണ്ടി വന്നതാണോ? അതെ സാർ. എന്നാൽ മര്യാദയ്ക്ക് കാസ്റ്റും റിലീജനും പൂരിപ്പിച്ച് തന്നാട്ട്. സാർ, ആ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? 1 കാസ്റ്റ് 1 റിലീജൻ, ഒരു ജാതി ഒരു മതം എന്നല്ലേ. ഇവിടെ അങ്ങനെ പലത് എഴുതി വെച്ചിരിക്കും. തനിക്ക് അഡ്മിഷൻ വേണമെങ്കിൽ ഇത് പൂരിപ്പിച്ച് തന്നാട്ട് എന്ന് പറഞ്ഞിട്ട് ആ അഡ്മിഷൻ ഫോം എൻ്റെ മുഖത്തേക്ക് വിളിച്ചിരുന്നു. ഈ ഫോം, എൻ്റെ അപേക്ഷാ ഫോം എൻ്റെ മുഖത്ത് തട്ടിയിട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ സ്ലോ മോഷനിൽ പാറിയിട്ട് നിലത്ത് വീണു. ഞാൻ ആകെ ചമ്മിപ്പോയി. ഈ ഓഫീസിലുള്ള ആൾക്കാർ മുഴുവൻ ഇത് കണ്ടു. ലജ്ജ കൊണ്ടും വിഷമം കൊണ്ട് ഞാൻ അല്പനേരം തല താത്തിങ്ങനെ നിന്നു. ശേഷം ഈ അപേക്ഷാ ഫോം ഉപേക്ഷിച്ച് ഞാൻ പുറത്തേക്ക് പോയി. അപ്പോൾ ഈ പരുക്കൻ ശബ്ദം വീണ്ടും എന്നെ വേട്ടയാടി. ഈ അപേക്ഷാ ഫോം എടുത്തിട്ട് പോകണം. എടുക്കില്ല സാറേ. എടുത്തില്ലെങ്കിൽ പിന്നെ ആരെടുക്കും? എറിഞ്ഞവരെടുക്കും. എടുത്തില്ലെങ്കിൽ എടുപ്പിക്കും. കൂടെ തന്ത വന്നിട്ടുണ്ടല്ലോ, വിളിച്ചെടുപ്പിക്കണം. തന്ത വന്നിട്ടില്ല. തന്ത ഇല്ലേ? തനിക്കുണ്ടല്ലോ, വിളിച്ചെടുപ്പിക്കണം. റാസ്കൾ എന്ന് പറഞ്ഞിട്ട് ഫോം ഗെറ്റ് ഔട്ട് എന്നാണ്. ഞാൻ മെൻ്റലി ഞാൻ ആകെ വീക്കായിപ്പോയി. ഈ പുറത്ത് അപേക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന വിദ്യാർത്ഥികളും പിന്നെ അവരുടെ രക്ഷിതാക്കളൊക്കെ കൂടി ഈ പ്രധാന ഓഫീസിൻ്റെ വാതിൽക്കൽ വന്നിട്ട് ആകെ അമ്പരപ്പോടെ ഇങ്ങനെ നോക്കി. ഈ അവരൊക്കെ തള്ളി മാറ്റിക്കൊണ്ട്, എൻ്റെ കൂടെ വന്ന ആൾ, എൻ്റെ ചേട്ടൻ്റെ അമ്മായി ട്രസ്റ്റ് മെമ്പർ, അദ്ദേഹം ഇവരൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് വന്നിട്ട് ഈ അപേക്ഷാ ഫോം മൊത്തത്തിലൊക്കെ ഒന്ന് നോക്കിയിട്ട് വാരി വലിച്ചെടുത്തിട്ട് എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു, പ്രശ്നം തീർന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എറിഞ്ഞവരെടുക്കും എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം ഒരു സ്നേഹത്തോടു കൂടി ആണെങ്കിലും ഒരു അനുരയന സ്വരത്തിൽ ഒരു സ്വരത്തിൽ എൻ്റെ തോളത്ത് കൈയിട്ട് കുറച്ച് ബലമായിട്ട് എന്നെ പിടിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ആരും കാണാതെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ആവശ്യം നമ്മുടേതല്ലേ, എഴുതി കൊടുക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഗുരുസ്വാമികൾ പറഞ്ഞതുപോലെ ഞാൻ എഴുതി കൊടുക്കുള്ളൂ. അതെന്താണെന്ന് വെച്ചു, കാസ്റ്റ് മനുഷ്യജാതി, റിലീജൻ ആത്മസുഖത്തിനായി പ്രവർത്തിക്കുന്നവൻ. അതിവിടെ നടക്കും തോന്നുന്നില്ല, അത് ഇത് NSS കോളേജിലെന്ന് പറഞ്ഞു. ശരി, ഞാൻ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഫോം മേടിച്ചിട്ട് കാസ്റ്റ് എന്ന കോളത്തിൽ ഈഴവനെന്നും റിലീജൻ എന്ന കോളത്തിൽ ഹിന്ദു എന്ന് എഴുതി പൂരിപ്പിച്ചിട്ട് കൊടുത്തു. അങ്ങനെ എൻ്റെ കോളേജ് ജീവിതത്തിൽ ആരംഭത്തിൽ എനിക്ക് കിട്ടിയ ആദ്യത്തെ ബ്ലാക്ക് മാർക്ക്.
അതാണ്.